വേദന തോന്നണം. ഉള്ളക്കാണ് ഇരിക്കുന്നത്. ആയോ? ഓക്കെ ആയോ? മുഖത്തിന് വേദന തോന്നണം. കമ്പോണ്ടൂടെ ഇനി പറഞ്ഞ് തമാശയുള്ള കമ്പോണ്ടർ എങ്ങനെ ഡയലോഗ് ചെയ്യും. ഇത് ബുള്ളറ്റിന്റെ ആണോ മിസൈലാണോ കയറിയെന്നുള്ള പുറത്തിറങ്ങി പറയും. അപ്പൊ അവിടെ പശ്ചാത്തല സംഗീതത്തിന് പല രീതിയിലുണ്ട്. ഇപ്പൊ പോക്കോഴി എന്ന് പറയുന്ന മലയാളത്തിൽ നേരത്തെ അരവിന്ദന്റെ അരവിന്ദൻ കൊണ്ടാണ് കുറെ സിനിമകൾ എടുത്തു. എല്ലാത്തിനും സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡൊക്കെ കിട്ടിയ ഒരാളാണ്. അരവിന്ദന് പോക്കോഴി എന്ന് പറഞ്ഞ സിനിമയിൽ സാധാരണ എപ്പോഴാണ് പാട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ റെക്കോർഡ് ചെയ്യണം. സിനിമ എടുത്തതിന് ശേഷം സിനിമ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് അത് ഒരു സ്റ്റുഡിയോയിൽ ഇട്ടിട്ട് അതിനെ കാണും ഈ സംഗീത സംവിധായകൻ. അത് കണ്ടിട്ടാണ് ആദ്യം ഒരു പ്രാവശ്യം കാണും. കണ്ടിട്ട് എവിടെയൊക്കെ ഏതൊക്കെ മ്യൂസിക് ആവാൻ വിചാരിച്ചു ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെട്ടി അവിടെയൊക്കെ ആൾക്കാരൊക്കെ വെട്ടി അവിടെ പ്ലേ ചെയ്തിട്ടാണ് ഒരു വരുന്നത്. ഈ സിനിമയുടെ പ്രത്യേകത ഈ സിനിമയിൽ ആദ്യം മ്യൂസിക് റെക്കോർഡ്. ഇന്നലെ രാവിലെ 10 മണി തൊട്ടാണ് ക്യാമ്പ് ആരംഭിച്ചത്. അപ്പോഴേക്കും ഇവിടെ ഇനാഗ്രേഷൻ തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വൈമാനികനുമായുള്ള ഒരു ചെറിയ ക്ലാസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ വിമാനത്തെ പറ്റിയും അതിന്റെ ശാസ്ത്രീയ വശങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തന്നു. ഇവിടെ എല്ലാവരും കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിനുള്ള എല്ലാത്തിനുമുള്ള ഉത്തരം സാറ് പറഞ്ഞു തന്നിരുന്നു. സാർ കവി രാമൻ സാറിന്റെ സെഷൻ ആയിരുന്നു. സാർ ഇവിടെ കൊപ്പത്ത് ബ്ലോക്കിൽ പെട്ടതുകൊണ്ട് 1 മണിക്കൂർ എനിക്കിവിടെ പിടിച്ചു നിൽക്കേണ്ടി വന്നു ക്ലാസ് എടുത്തിട്ട്. അതിനുശേഷം മാഷ് വന്നു. മാഷ് നമുക്ക് കവിതയെ പറ്റിയിട്ടും നിറയെ കവിതകളൊക്കെ ചൊല്ലി തന്നിട്ട് കവിതയെ പറ്റിയിട്ടെല്ലാം കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആശയമല്ല അനുഭവമാണ് കവിത എന്ന് പറഞ്ഞു തന്നു. 9 മണിക്കാണ് സെഷൻ തുടങ്ങിയത്. 9 മണിക്ക് സിനിമയെ പറ്റിയായിരുന്നു. സിനിമയെ പറ്റിയൊരു ഡോക്ടർ സാർ ഇവിടെ PPT പ്രസന്റേഷൻ വെച്ച് ക്ലാസ് എടുത്തു തന്നു. എന്തൊക്കെയാണ് അതിൽ ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് സിനിമ എന്നൊക്കെ പറഞ്ഞു തന്നു. അതിനുശേഷം മധു സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നാരായണി ശശിമാഷൊക്കെ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽക്കുള്ള പോലെ, അതായത് 3ാം ക്ലാസ് 4ാം ക്ലാസ് മുതൽക്കുള്ള കാലം മുതലുള്ള ബന്ധമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ നിങ്ങളുടെ ഈ ക്യാമ്പില് നിങ്ങളുടെയൊക്കെ കൂടെ വന്നിരിക്കാൻ പറ്റിയത്. നിങ്ങളൊക്കെ ആകെ പറയാനുള്ളത്, കുട്ടികളോട് ആകെ പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്താലും എത്ര നന്നായി ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. അപ്പൊ നമ്മള് കളിക്കാൻ പോയി കഴിഞ്ഞാല് കളിക്കളത്തിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അയ്യോ ആ മാത്സിലെ പ്രോബ്ലം എന്താ ചെയ്യാന്ന് ആലോചിക്കരുത്. ആ അറിവിനെ സ്വല്പം കൂടി മുന്നോട്ട് വെക്കുക എന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് സംഭാവന ചെയ്യാൻ കഴിയും. അത് എത്ര ചെറുതായി കഴിഞ്ഞാൽ കുറച്ചും കൂടി നിലവിലുള്ളത് അറിവിനേക്കാൾ കുറച്ചും കൂടി കൂടുതലായിട്ട് സമൂഹത്തിന് കുറച്ചും കൂടി അറിവ് പറഞ്ഞു കൊടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഞാനൊരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ പ്രിലിമിനറി ലെവലിൽ ഞങ്ങൾ പാസ്സായതോടെയാണ് പിന്നെ ഞങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനും അതിൽ ഇങ്ങനത്തെ ഒരു പ്രഡിക്ഷനും വെക്കാൻ തീരുമാനിച്ചത്. ഇതിന് വലിയൊരു സിസ്റ്റം ആയതുകൊണ്ട് ഇതിന് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കിതിപ്പോ കേരളത്തിലുടനീളം സ്ഥാപിക്കാൻ കഴിയും. മാറ്റി ഈ സ്റ്റാർട്ടപ്പിൽ നമുക്ക് സെയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചാട്ടോ. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ടച്ച് സെൻസർ വെച്ചിട്ടുണ്ട്. ആ ടച്ച് സെൻസർ ടച്ച് ചെയ്ത് എന്ത് ചെയ്യും, ഞാൻ പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ പ്രോഗ്രാമർ എണ്ണാവും. ആ റോബോട്ട് എന്ത് ചെയ്യും, അതിനനുസരിച്ച് വർക്ക് ചെയ്യും. അപ്പൊ ആ ഫംഗ്ഷൻ കഴിഞ്ഞു, അതെന്ത് ചെയ്യും, തിരിച്ച് അതിന്റെ ഹോം പൊസിഷനിലേക്ക് പോകും. അങ്ങനെയാണ് ഞാൻ അധികം എന്ത് ചെയ്തിട്ടുള്ളത്, പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓട്ടോന്റെ മെയിൻ പർപ്പസ് എന്തായിരുന്നു, ഡാൻസിങ് ആട്ടോ. അത് 2 മിനിറ്റോളം ഡാൻസ് ചെയ്യും. പല സ്റ്റെപ്സും ഉണ്ടാവും. റോബോട്ടാണ് അതങ്ങനെ രൂപങ്ങളും കിട്ടും.
ഈ രൂപങ്ങൾക്ക് പറയുന്ന പേരാണ് നക്ഷത്ര ഗണങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, പണ്ടൊരു കാലം കണക്കാക്കാൻ കലണ്ടർ ഇല്ലാത്ത കാലം, ദശയറിയാൻ വടക്ക് നോക്കിയില്ലാത്ത കാലം എന്ന് പറഞ്ഞ് തുടങ്ങിയല്ലോ. ആ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ, അതായത് 3000-ഓ 4000-ഓ ഒക്കെ കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾ ചെയ്യിക്കുന്ന പരിപാടി ഇതായിരുന്നു. ഇതൊക്കെ പോകുന്നില്ല. തിരുവാതിരയെ കാണിച്ചതിൽ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ഇനി നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന, പരിചയപ്പെടാൻ പറ്റുന്ന നക്ഷത്ര കൂട്ടത്തൊക്കെ സ്ക്രീനിൽ കാണുന്നതിന് മുൻപ് നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരത്തെ കുറിച്ച് ചെറിയ കാഴ്ചപ്പാട്. ആൻഡ്രോമിഡ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റലേഷൻ അല്ലേ, അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഈ നക്ഷത്രങ്ങൾക്ക് ഇത്രയും വലിയൊരു ചരിത്രം ഉണ്ടെന്ന് പറയുന്നത്. രാത്രി വെറുതെ ഒക്കെ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയാണ് നക്ഷത്രങ്ങളെ എണ്ണുന്നുണ്ടെങ്കിലും ഓരോ നക്ഷത്രക്കൂട്ടത്തിന്റെ പേരൊന്നും അറിയില്ല. പിന്നെ സാറ് ക്ലാസ് എടുക്കുന്ന രീതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഒരു മടുപ്പിക്കാത്ത രീതിയിൽ നമ്മളോട് വളരെയധികം ഇന്ററാക്ട് ചെയ്തിട്ടാണ് സാറ് ക്ലാസ് എടുത്തത്. അതിന് വളരെയധികം നന്ദി സാറിനോട് പറയുന്നു. അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ ഉള്ള നക്ഷത്രങ്ങളെ കുറിച്ചും ആകാശത്തെ കുറിച്ചും നിരീക്ഷണത്തെ കുറിച്ചൊക്കെ സാറ് നമുക്ക് ക്ലാസ് എടുത്ത് തരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയ്ക്ക് പറയാനുള്ളത്. പുറത്തിറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ നമുക്ക് വരയ്ക്കുന്നവരുണ്ടാവും. എത്ര പേരുണ്ടെന്ന് ചോദിച്ചു? കുറച്ച് പാട്ടും കുറച്ച് വരയും കുറച്ച് എഴുത്തും ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഉദാഹരണം നടുവിലാണ് അവിടെ മണലെടുത്തുകൊണ്ടുള്ളതാണ്. ആ സൈഡിലാണ് കൂടുതൽ കുഴി വരിക. ഒരുപാട് ആളുകൾ ഭരിച്ച സ്ഥലമാണ് ഇവിടെ, മനസ്സിലല്ലേ? എന്നാൽ ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആരാ രക്ഷപ്പെടുക? നീന്തൽ അറിയുന്നത്. അപ്പം നീന്തൽ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ കരയിൽ നിന്നിട്ട് വേറൊരാളെ നമുക്ക് നീന്തൽ പഠിപ്പിക്കാം. ഒരു 50 രൂപയുടെ ഒരു സാധനം കയ്യിലുണ്ടായാൽ മതി. ഏതാണ്? അല്ല, പഠിപ്പിക്കുന്ന ആളെ കാര്യമില്ലെന്നാ മതി. ഇതിന്റെ ഒരു ഡോക്ടർ മാത്രമല്ല, അദ്ദേഹം നല്ല ഒരു ചിത്രകാരനാണ്, അതിലുപരി നല്ല ഒരു പാട്ടുകാരനാണ്. മനസ്സിലായത് ആദ്യം കൂടി എങ്ങനെയാ? സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഒരുപാട് ടൈമൊന്നും എടുക്കണം, പെട്ടെന്ന് തീർക്കാം. മനസ്സിലായോ? ഇനി കണ്ണടയ്ക്കാം. അപ്പൊ ഒരു ആർട്ടിസ്റ്റിന് ആദ്യം വേണ്ടത് എന്താണ്? വരയ്ക്കാനുള്ള പഠിക്കലാണോ? എന്താണ് ആർട്ടിസ്റ്റ് വരയ്ക്കുക? അവിടെയാണ് എന്റെ ജോലി വരുന്നത്, കാഴ്ച അല്ലെ? അപ്പോ നമ്മള് ആ റോഡ് പോകുന്നത് കണ്ടോ? റോഡ് അവസാനിക്കുന്നത് കണ്ടോ? ആളുടെ വലിപ്പം കണ്ടോ? എന്തുകൊണ്ടാണ് ആൾ ഇത്ര വലുതായി കാണുന്നത്? ബസ്സിനെക്കാട്ടിലും വലുതായിട്ട് കാണുന്നത്? മെയിൻ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയാം. ഇപ്പൊ ഇതിന്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാല്
ഈ കിളി മരക്കൊമ്പില് ഇരിക്കുന്നതാണ്. ഇനി നമ്മുടെ കാണികളുടെ കണ്ണ് എന്ത് വേണം? വാൻഡർ ചെയ്യണം. ഇവിടുന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോണം അല്ലേ? ഓണക്കോടിയൊടുത്തു മാനം മേഘ കസവാലേ വെൺമേഘ കസവാലേ മഴവില്ലിൻ മരമുടിയിൽ ചൂടി മധുഹാസം തൂകി അവൾ മധുഹാസം തൂകി. ഇത് ഓണത്തിന്റെ സന്തോഷകരമായ ഒരു മുഖമാണ്. തുലാഭാരം എന്ന് പറയുന്ന ഒരു സിനിമയില് ഓണത്തിന്റെ ദുഃഖം നിറഞ്ഞ ഒരു ഭാഗം പറയുന്നുണ്ട്. ഓമനത്തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിളി പനിനീര് ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര് മണ്ണിനോരോ കുമ്പിൽ കണ്ണീര്. മനുഷ്യ ജീവിതത്തിനും രണ്ട് മുഖങ്ങളുണ്ടല്ലോ.